ഭാഷ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏത് സംസ്ഥാനങ്ങളെടുത്ത് നോക്കിയാലും അതിലേറ്റവും കൂടുതൽ ഭാഷ ഒരു ഐഡൻറ്റിറ്റിയായി പരിഗണിച്ചുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ രാഷ്ട്രീയം പോലും മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സംസ്ഥാനമാണ് തമിഴ്നാടെന്ന് പറയേണ്ടി വരും. പക്ഷേ ഇപ്പോൾ ഈ ചർച്ചകളൊക്കെ നോക്കുമ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഏത് പദ്ധതി എടുത്തു നോക്കിയാലും രണ്ട് സംസ്ഥാനങ്ങൾ ഇക്കാര്യത്തിൽ വളരെ പരക്കെ വിമർശനം വരുന്നുണ്ട്. കാരണം എല്ലാ കാര്യങ്ങളിലും വിരുദ്ധമായൊരു നിലപാടെടുക്കുന്നു എന്ന് പരക്കെ വിമർശനങ്ങൾ ഉണ്ടാകുന്ന രണ്ട് സംസ്ഥാനങ്ങളിൽ ഒന്ന് കേരളവും ഒന്ന് തമിഴ്നാടും പെടുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അതുകൊണ്ട് തന്നെ പലപ്പോഴും പറയുന്ന അഭിപ്രായങ്ങൾ അത് രാഷ്ട്രീയപരമായിട്ടുള്ള അഭിപ്രായമായി മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ്. അവർ പ്രധാനമായി പറയുന്നത് ഇപ്പോൾ ഒരു ഭാഷ അധികമായി പഠിക്കണം എന്ന് പറയുമ്പോൾ അതിനെ എന്തുകൊണ്ട് വിമർശിക്കുന്നു, അല്ലെങ്കിൽ ആ വിമർശനത്തിൻ്റെ കാതൽ എന്താണെന്ന് പരിശോധിക്കുമ്പോൾ അവരൊക്കെ പറയുന്ന ഒരു ആർഗ്യുമെൻറ്റ് ചില ഭാഷകളൊക്കെ ഇല്ലാതായി പോകുന്നു എന്നുള്ളതാണ്. ആ ഭാഷകൾ ഇപ്പോൾ ഇതുവരെയുള്ള ഭാഷകളുടെ ചരിത്രം എടുത്തു പരിശോധിച്ചാൽ ലോകത്താകമാനം 6000-ഓളം ഭാഷകളുണ്ട്. ആ ഭാഷകളൊക്കെ അപ്രത്യക്ഷമാവുകയോ ചില ഭാഷകളൊക്കെ അപ്രത്യക്ഷമാവുകയോ മാറ്റം വരികയോ ഒക്കെ ചെയ്യുന്നത് സാമ്പത്തികപരമായ ഘടനയിലും അധികാര ശ്രേണിയിലും ഉണ്ടാകുന്ന മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്നാണ് പൊതുവേ ഭാഷാ വിദഗ്ധർ നടത്തിയ പഠനങ്ങൾ തെളിയിക്കപ്പെട്ടിട്ടുള്ളത്. അതല്ലാതെ ഏതെങ്കിലും ഒരു ഭാഷ അധികമായി പഠിക്കണമെന്ന് പറയുമ്പോൾ ഇവിടെ ഗോമർ സർ വളരെ കൃത്യമായൊരു കാര്യം പറഞ്ഞു. നമ്മൾ NEP 2020 പുതിയ വിദ്യാഭ്യാസ നയം എടുത്ത് പരിശോധിച്ചാൽ അതിൽ ഒരിടത്ത് പോലും ഒരു ഭാഷ അടിച്ചേൽപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. മാത്രമല്ല നിങ്ങളൊരു ഭാഷ പഠിക്കാൻ പറയുന്നതിൽ എന്താണ് തെറ്റ് എന്നുള്ളൊരു ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. ഇവിടെ ചോദിച്ച ചോദ്യം പ്രസക്തമാണ്. എന്താണ് തമിഴ്നാടിന് എല്ലാ കാര്യത്തിലും ഇങ്ങനെ ഒരു വിമർശനമായി ഇതിനെ പരിഗണിക്കുന്നത് അല്ലെങ്കിൽ വരുന്നത് എന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് തമിഴ്നാടിൻ്റെ രാഷ്ട്രീയം തന്നെയാണ്. ഒരുപക്ഷെ ദേശീയ പാർട്ടികൾക്ക് വേരൂന്നാൻ കഴിയാതെ നിൽക്കുന്ന അല്ലെങ്കിൽ വേരോട്ടമില്ലാതെ അവിടുത്തെ രാഷ്ട്രീയത്തെ പ്രാദേശികമായി തന്നെ പ്രാദേശിക രാഷ്ട്രീയത്തിൻ്റെ സ്വത്വത്തിൽ അധിഷ്ഠിതമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അവിടെ ഈ നേതാക്കൾക്കൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ട്. പ്രത്യേകിച്ച് തമിഴ്നാട് എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അവർ ആ പ്രത്യയശാസ്ത്രത്തിൽ ആ സ്വത്വത്തിൽ അധിഷ്ഠിതമായിട്ടാണ് അവിടുത്തെ രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിന് ഏതെങ്കിലും ഒരു മാറ്റം വരിക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായി പറയാൻ പറ്റും, ഇത് രാഷ്ട്രീയപരമായി അവരെടുക്കുന്ന ഒരു തീരുമാനമാണ്. അവിടെ രാഷ്ട്രീയത്തിൽ തങ്ങളുടെ ശക്തി ക്ഷയിച്ചു പോകുമോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രാദേശിക സ്വത്വവാദങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള പ്രാദേശിക ഭാഷാവാദത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള അവരുടെ ഐഡൻറ്റിറ്റി കേൾക്കുന്ന ഒരു തിരിച്ചടിയായിട്ടാണ് അവരതിനെ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ വിമർശനങ്ങൾ ഉയർന്നു വരുന്നത്. അപ്പോൾ അത് ഒരുപക്ഷെ ഈ മാറുന്ന കാലഘട്ടത്തിൽ അതിന് വലിയ പ്രസക്തി ഉണ്ടോ, അതൊക്കെ കേവലം രാഷ്ട്രീയമായിട്ട് മാത്രം ഉണ്ടാകുന്നതല്ലേ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ പണ്ട് നമ്മൾ കേരളത്തിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളെടുത്ത് പരിശോധിച്ചാൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇങ്ങനെ പല പ്രൈവറ്റ് സ്കൂളുകളും ഒക്കെ ഉണ്ടായി. അവിടെയൊക്കെ CBSEയിലൊക്കെ ഇംഗ്ലീഷ് മാത്രം പഠിപ്പിക്കുന്ന സാഹചര്യം വന്നപ്പോൾ ഈ ചർച്ച കേരളത്തിലും ഉണ്ടായിട്ടുണ്ട്. അത് തമിഴ്നാട്ടിൽ ഉണ്ടായതുപോലെ അല്ല എങ്കിലും ഇന്നിപ്പോൾ എന്താ അവസ്ഥ? കേരളത്തിലെ മിക്ക സർക്കാർ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നത് ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് മാറുകയാണ്. അപ്പോൾ മാറുന്ന കാലഘട്ടത്തിന് അനുസൃതമായി അതിൻ്റെ അർത്ഥം മലയാളത്തിൽ പുതിയ കൃതികൾ ഉണ്ടാകുന്നില്ലെന്നോ മലയാളം ക്ഷയിച്ചു പോകുന്നു എന്നൊന്നുമല്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഏതെങ്കിലും ഒരു ഭാഷ പഠിക്കുന്നത് കൊണ്ട് പ്രത്യേകമായ ആ ഭാഷയ്ക്ക് ഭയങ്കരമായ ഉയർച്ച ഉണ്ടാവുകയോ താഴ്ച ഉണ്ടാവുകയോ ചെയ്യുന്നില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഭാഷ പഠിക്കുന്നത്, നമ്മളൊരു പ്രത്യേകമായൊരു ഭാഷ പഠിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആശയവിനിമയം എന്നതിനപ്പുറത്തേക്ക് വലിയ മാറ്റങ്ങളൊന്നും അതിന് ഇമ്പാക്റ്റ് എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഞാൻ പറയാൻ കാരണം എന്ന് പറയുന്നത്, ഇപ്പോൾ ഏതെങ്കിലും ഒരു ഭാഷയിൽ പുരോഗതി ഉണ്ടാകുന്നതിന് പ്രത്യേകമായൊരു സർവകലാശാല ഉണ്ടായതുകൊണ്ടോ ഭാഷാപരമായ സ്ഥാപനങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ടോ അല്ല, മറിച്ച് ആ ഭാഷയുമായി ബന്ധപ്പെട്ട മികച്ച കൃതികൾ ഉണ്ടാകുമ്പോഴാണ് വായനക്കാരെ അതിലേക്ക് അടുപ്പിക്കുകയും സ്വാഭാവികമായി ആ ഭാഷയ്ക്ക് വലിയ പ്രാധാന്യം കൈവരികയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഒരു ഭാഷ ഇപ്പം ഗോമർ സാറായിട്ട് ഞങ്ങൾ നേരത്തെ സംസാരിക്കാൻ പറയാമല്ലോ, സാർ പറയായിരുന്നു, അതായത് നമ്മൾ വടക്കേന്ത്യയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് ആളുകളുമായി സംവദിക്കുന്നതിന് ഇന്ത്യയുടെ നാനാഭാഗത്ത് പോകുമ്പോൾ അവിടെ പൊതുവായി പലതരത്തിലുള്ള, ഇപ്പോൾ ഭോജ്പൂരി ഭാഷയെക്കുറിച്ച് പറയും, മൈഥിലി ഭാഷയെക്കുറിച്ച് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഒരു ഏകമാനകമായൊരു ഭാഷ എന്ന നിലയിൽ ഹിന്ദിക്ക് ഒരു പ്രാധാന്യം ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയെങ്കിലും ആ ഭാഷ പഠിക്കുന്നതിൽ എന്താണ് തെറ്റ് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. മറിച്ച് ഈ പറഞ്ഞതുപോലെ അത് അടിച്ചേൽപ്പിക്കുകയാണെങ്കിൽ, ഇവിടെ സ്റ്റാലിൻ പറയുന്നത് അടിച്ചേൽപ്പിക്കുന്നു എന്നുള്ളതാണ്. അടിച്ചേൽപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ചെറുക്കപ്പെടേണ്ടതാണ്. അങ്ങനെ ഒരു ഭാഷ അടിച്ചേൽപ്പിക്കാൻ പാടില്ല. പക്ഷേ അത് പഠിക്കണം. അത് NEPയിലോ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു നയങ്ങളിലോ അടിച്ചേൽപ്പിക്കുന്നതായിട്ടുള്ള ഒരു വാർത്ത എങ്ങും ഈ വിമർശിക്കുന്നവർ പറയുന്നതല്ലാതെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു ഭാഷ പഠിക്കണം എന്ന് പറയുന്നതിൽ അതിൽ നിന്ന് വിരുദ്ധമായൊരു നിലപാടെടുക്കുന്നത് തികച്ചും രാഷ്ട്രീയപരമായ അവരുടെ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ പ്രാദേശിക ഭാഷ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ ഐഡൻറ്റിറ്റി രൂപപ്പെടുത്തിയിട്ടുള്ള സ്റ്റാലിനെ സംബന്ധിച്ചിടത്തോളം അത് നിലനിൽപ്പിൻ്റെ ഒരു പ്രശ്നമാണ് എന്നുള്ളത് കൊണ്ടായിരിക്കാം അദ്ദേഹത്തിൻ്റെ പാർട്ടി അതിനെ ചരിത്രപരമായി അതിനെ എതിർക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.